ശബ്ദമുയർത്തു കൂട്ടുകാരെ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നോ നിങ്ങൾ? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ 400 ഏക്കറോളം വരുന്ന കാടിന് തെലങ്കാന ഗവൺമെന്റ് ഒരു പ്രൈവറ്റ് കമ്പനി IT പാർക്ക് പണിയുവാനായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിക്ക് രാത്രിയാണ് ബുൾഡോസറുകളും JCBകളും ഉപയോഗിച്ച് ആ കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 400 ഏക്കറോളം വരുന്ന ഈ കാട്ടിൽ 45ഓളം വരുന്ന മൃഗങ്ങളും വൃക്ഷങ്ങളും നിലനിൽക്കുന്നു. നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിന്റെയും കൂട്ടങ്ങളായുള്ള മാനുകളുടെയും പൈത്തൻ പോലുള്ള പാമ്പുകളുടെയും വീടുകളാണിത്. 4 ചെറിയ നദികളുണ്ട് ഈ സ്ഥലത്ത്. ഹൈദരാബാദ് എന്ന് പറയുന്ന ഹൈടെക് സിറ്റിയുടെ അവസാനം ബാക്കി വെച്ചിരിക്കുന്ന എക്കോ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ 400 ഏക്കറോളം വരുന്ന മല. ഈ സ്ഥലം കൊടുത്ത് തെലങ്കാന സർക്കാർ ഇവിടെ ഒരു IT പാർക്ക് നിർമ്മിച്ച് അതിലൂടെ 10,000 മുതൽ 15,000 കോടി വരെ സമ്പാദിക്കാനുള്ള മാർഗം നോക്കിയാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യർക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളിലും അവസ്ഥ ജീവിക്കാൻ പരിതാപകരമായി കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ ബാക്കിയുള്ള പച്ചപ്പിനെ എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇതിനെതിരെ ശബ്ദമുയർത്തിയ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പോലീസ് സർക്കാരും ചേർന്ന് മർദ്ദിച്ച് ലാത്തിചാർജ് ഉപയോഗിച്ച് ഈ സമരത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നു. ഇന്നിത് തെലങ്കാനയിലാണെങ്കിൽ നാളെ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലുമാകാം. ശബ്ദമുയർത്തു കൂട്ടുകാരെ, നമുക്ക് പൊരുതാം ഒന്നി.